നമസ്കാരം. ഒലിവ് മസാലയിലൂടെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം നോർത്ത് ഈസ്റ്റ് അമേരിക്കയിലെ ഏറ്റവും പേരുകേട്ട സാൻഡ്വിച്ച് ഫിലി ചീസ് സ്റ്റേക്ക്. വളരെ ടെൻഡർ ആയിട്ടുള്ള സ്റ്റേക്കിന്റെ ചെറിയ കഷ്ണങ്ങളും ചീസും വെജിറ്റബിൾസും ഉപയോഗിച്ചാണ് ഈ സാൻഡ്വിച്ച് കുക്ക് ചെയ്യുന്നത്. കൂടാതെ ഈ സാൻഡ്വിച്ച് ഒരു സ്നാക്കായിട്ട് കഴിക്കുന്നതല്ല, ഇത് ലഞ്ചിനോ ഡിന്നറിനോ ആയിട്ട് ഒരു ഫുൾ മീലായിട്ട് തന്നെ കഴിക്കുന്നതാണ്. ഇതിനുപയോഗിക്കുന്ന ബ്രെഡ് സാൻഡ്വിച്ച് റോളാണ്. ഇൻസൈഡ് വളരെ സോഫ്റ്റ് ആണ്. അത് നമ്മളൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സാധാരണയായിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് ഒനിയൻസ് സ്വീറ്റ് ഒനിയൻസ് ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. നമുക്ക് നോർമൽ ഒനിയൻസ് ഉപയോഗിച്ചാലും മതി. മഷ്റൂം സ്ലൈസസ്, ക്യാപ്സിക്കം, പിന്നെ മുളകിൻ്റെ ചില്ലി പിക്കിൾസ്. ഇതെല്ലാം കൂടി നമുക്ക് ഒരു സാൻഡ്വിച്ചിൽ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. പല ആളുകളും ഇതിനകത്ത് ഒന്നെങ്കിൽ ഒനിയൻസ് മാത്രം അല്ലെങ്കിൽ ഒനിയൻസ് മഷ്റൂം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അല്പം സ്പൈസി ആയിട്ട് വേണ്ടവർ മാത്രമേ ഈ ചില്ലി പിക്കിൾസൊക്കെ ഉപയോഗിക്കാറുള്ളൂ ഇതിനകത്ത്. ഇനി സ്റ്റേക്ക് നമുക്ക് ഫാറ്റ് ഒന്ന് ട്രിം ചെയ്ത് കളഞ്ഞ ശേഷം തിൻ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞെടുക്കാം. 1 മണിക്കൂറോളം ഇത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ആ സെമി ഫ്രോസൺ സ്റ്റേക്ക് ഇങ്ങനെ ചെറുതായിട്ട് തിന്നായിട്ട് അരിഞ്ഞെടുക്കാൻ എളുപ്പമുണ്ട്. ഈ സ്റ്റേക്കോ ടെൻഡർ ബീഫോ ഇനി അവൈലബിൾ അല്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് സാധാരണ ഒരു കഷ്ണം മീറ്റ് എടുത്തിട്ട് ഇപ്രകാരം ഇടികല്ല് കൊണ്ടൊന്ന് ഇടിച്ച് ഫോർക്കും കൊണ്ടൊന്ന് കുത്തി എടുത്തു കഴിഞ്ഞാൽ ആ മീറ്റും ടെൻഡറായി കിട്ടും. അതിലേക്ക് അല്പം നമുക്ക് ബട്ടറോ ഓയിലോ ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ തീർച്ചയായിട്ടും ഇത് ആർക്കും ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ മീറ്റും വെജിറ്റബിൾസും കുക്ക് ചെയ്യുന്നത് ചൂടാക്കി വെച്ചിരിക്കുന്ന ദോശക്കല്ലിലാണ്. എണ്ണ ചേർക്കാതെ മീഡിയം ഹീറ്റിലാണ് കുക്ക് ചെയ്യുന്നത്. ദോശക്കല്ല് അതിഭയങ്കരമായിട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഈ കുക്കിംഗ് മെത്തേഡിനെ നമ്മൾ പാൻ സീറിംഗ് എന്നാണ് പറയുന്നത്. അതായത് നല്ല കട്ടിയുള്ള ഒരു പാനിൽ പൊള്ളിച്ചെടുക്കുന്നു. ബീഫിലേക്ക് വേണമെങ്കിൽ നമുക്കൊരല്പം ബട്ടർ ആഡ് ചെയ്യാം, പക്ഷേ നിർബന്ധമില്ല. ബീഫ് പകുതി കുക്കായതിനു ശേഷം ഇതൊന്ന് തള്ളി മാറ്റി വെച്ച് ദോശക്കല്ലിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കി നമുക്ക് വെജിറ്റബിളും കൂടി ഇട്ട് കുക്ക് ചെയ്യാം. ഈ വെജിറ്റബിൾസ് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി. നമ്മൾ ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ കൂടെ കഴിക്കുന്നത്. കൂടാതെ ഈ ബീഫിലും വെജിറ്റബിൾസിലും നമ്മൾ സീസണിങ് ആയിട്ട് സോൾട്ടും പെപ്പറും ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ഒരു 90% കുക്ക് ആയതിനു ശേഷം നമുക്ക് ഈ ദോശക്കല്ലിലേക്ക് ചീസ് സ്ലൈസസ് ഇതുപോലെ ഒന്നിന് മുകളിലൊന്നായിട്ട് നീളത്തിൽ നിരത്തി വെക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് പ്രോവ്ലോൺ ചീസാണ്, പക്ഷേ ഏത് ചീസായാലും നമുക്ക് കുഴപ്പമില്ല. ഇനി ബീഫും വെജിറ്റബിളും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഈ ചീസിന് മുകളിലേക്ക് കൊണ്ടുവരാം. ഈ സാൻഡ്വിച്ച് ചീസും ബീഫും എല്ലാം കൂടെയാണെന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിതൊരു ബിരിയാണി കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രോട്ടയും ബീഫും കഴിക്കുന്ന അത്രയും കാലറീസ് ഇല്ല. കൂടാതെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു ലഞ്ചിനോ ഡിന്നറിനോ പകരമായിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. എക്സ്ട്രാ ചീസി ആക്കണമെങ്കിൽ മുകളിൽ കൂടി അല്പം ചീസ് ആഡ് ചെയ്യാം. ഞാനിന്നിവിടെ ഉരുക്കി വെച്ചിരിക്കുന്ന ചെഡർ ചീസാണ് ഒഴിക്കുന്നത്. ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. 6 ഇഞ്ച് നീളമുള്ള ബ്രെഡിനകത്തേക്ക് എക്സ്ട്രാ ചീസും കൂടി ആഡ് ചെയ്താൽ പോലും ഇത് 500 മുതൽ 650 കാലറി മാത്രമേ കാണുള്ളൂ. നമുക്കിത് സ്പ്ലിറ്റ് ചെയ്ത് 2 പേർക്ക് ആയിട്ട് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു ബിരിയാണി ആണെങ്കിൽ അത് അതിൻ്റെ കാർബും അതിൻ്റെ മീറ്റും ഫാറ്റെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേനും 1000 കാലറികളും വരുന്നുണ്ട്.
ഇനി മറ്റൊരു ഓപ്ഷൻ, ഈ കീറ്റോ ഡയറ്റ് കഴിക്കുന്നവർ ഈ ബ്രെഡ് ഒഴിവാക്കിയിട്ട് വലിയ 2 ലെറ്റ്യൂസിൻ്റെ ലീഫിലേക്ക് ഇത് റോൾ ചെയ്ത് അല്ലെങ്കിൽ ബ്രെഡ് ഇല്ലാതെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കീറ്റോ ഡിന്നറാണ്. ഇതൊക്കെ ആയാലും ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ, അതായത് സോഡിയം ഇൻടേക്ക് കുറയ്ക്കേണ്ടവർ, അവരുടെ അറിവിലേക്ക് പറയുകയാണ്, ഇതിനകത്ത് ഏകദേശം 2000 മുതൽ 2500 മില്ലിഗ്രാം വരെ സോഡിയം ഉണ്ട്. അതായത് നമുക്ക് ഡെയിലി വാല്യൂവിൻ്റെ ഒരു 125% സോഡിയം ഉണ്ട്. കാരണം ഒരു ബേക്കറി പ്രൊഡക്റ്റും പിന്നെ ഈ ചീസും എല്ലാം കൂടി ഇതിനകത്തുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ളവർക്ക് ഇത് കഴിക്കണമെങ്കിൽ ചീസിൻ്റെ അളവ് കുറച്ചാൽ മതി, ബ്രെഡിൻ്റെ അളവ് കുറച്ച് ലൈറ്റായിട്ട് കഴിച്ചാൽ മതി. അല്ലാത്ത പക്ഷം ഇത് തീർച്ചയായിട്ടും നമുക്ക് ട്രൈ ചെയ്യാം. നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് ഫിലി ചീസ് സ്റ്റേക്ക്. ഈ യമ്മി സാൻഡ്വിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്, ഒരു ലൈക്ക് തരാൻ മറക്കരുത്. വീണ്ടും കാണുന്നവരെ സ്റ്റേ സേഫ്.